പ്രായമായ ആളുകളിൽ നിന്നാണല്ലോ നമ്മൾ നന്മകളും നല്ല പ്രവൃത്തികളും പഠിക്കുക. ചില ആളുകൾ നല്ലത് പറഞ്ഞു പഠിപ്പിക്കും, ചിലർ പ്രവൃത്തിയിൽ കാണിക്കും. ശരിയല്ലേ? പുറത്തേക്ക് പോകാൻ മടിച്ച് കാശ് ചിലവ് പേടിച്ച് വീട്ടിലിരുന്നാൽ പിന്നെ അന്ന് യാചകരുടെ പ്രവാഹമായിരിക്കും. ഏയ്, ഇവിടെ ആരുമില്ലേ? ഞാൻ ഉമ്മറത്ത് വെറുതെ ഇരിക്കുന്ന സമയം ജനാലയുടെ മറ കാരണം അയാൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പുറത്തേക്ക് നോക്കി ചോദിച്ചു, ആരാ? ആ, മോനുണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ല, അയാള് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് മക്കള് 4 പേരാണ്. മൂത്തത് 3 പെണ്ണാ, പിന്നെ ചെക്കനാണെങ്കിലോ ചെറിയ കുട്ടിയാ. അങ്ങനെ തുടങ്ങി അയാളുടെ പഴങ്കഥകള്. മകളുടെ കല്യാണം എന്നറിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് പോയി. ഞാനാണെങ്കിൽ ഗൾഫുകാരെന്ന പേര്. സമ്പാദിച്ച് നാട്ടിലെത്തിയിട്ട് 3-4 മാസമായ സമയം. ഒരു ഗൾഫുകാരൻ്റെ അപ്പോഴത്തെ അവസ്ഥ പറയാതെ തന്നെ സമ്പാദ്യമൊന്നുമില്ലാത്ത പ്രവാസികൾക്ക് അറിയാലോ. എന്തായാലും ഞാൻ അകത്ത് കണ്ട കുപ്പായ കീശയിൽ കൈയിട്ടു. കിട്ടി ഒരു 10ന്റെ മുഷിഞ്ഞ നോട്ട്. ഞാൻ അതുമായി വന്ന് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത് തന്നെയുള്ളൂ. അയാളുടെ മുഖം കണ്ടാലറിയാം അയാൾക്ക് തികഞ്ഞിട്ടില്ല എന്ന്. എന്നാ ഞാൻ പോട്ടെ, തൃപ്തികരമല്ലാത്ത സ്വരത്തിൽ അത് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. 10 രൂപ ഇത്ര ചെറിയ സംഖ്യയാണോ എന്ന് ഞാൻ മനസ്സിൽ കരുതി. അല്ലെങ്കിലും ചിലരങ്ങനെയാണ്, കൊടുക്കുന്നവൻ്റെ മനസ്സറിയാൻ ചിലർക്കാവില്ല. ഉമ്മറത്തുള്ള ഇരുത്തം മതിയാക്കി ഞാൻ അകത്തേക്ക് കടക്കുമ്പോൾ പിന്നിൽ നിന്ന്, മോനെ വല്ലതും തായോ? ദേ വീണ്ടും വേറൊരുത്തന്. മുഷിഞ്ഞ മുണ്ടും ഷർട്ടും വേഷം. ഇന്നെന്താ കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ പിറുപിറുത്ത് അയാളിലേക്ക് നടന്നു. ഞാൻ അവിടേക്ക് തപ്പിക്കിട്ടിയ 1 രൂപയും കൊണ്ട് ഇത് കൊടുത്താൽ ഇനി അയാളെന്താണാവോ പറയുക. ദാ അല്പം ദേഷ്യത്തോടെ അയാൾക്ക് കൊടുത്തു. നിറഞ്ഞ പുഞ്ചിരിയോടെ അയാളത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാ അനക്ക് റഹ്മത്ത് നൽകട്ടെ. ഞാൻ അപ്പോൾ വിചാരിച്ചു, നേരത്തെ കൊടുത്ത 10 രൂപ ഇയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ. അതെങ്ങനെയാണ് അർഹതപ്പെട്ടവർക്ക് 1 രൂപ കിട്ടിയാലും അതിന് വിലയുണ്ടാകും. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ. യാസർ പാങ്ങാടൻ എഴുതിയ അർഹതപ്പെട്ടവർ എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ.